ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിഡൂസ് മാജിക്. ഇന്ന് നമ്മൾ ഒരു ഫാൻസി ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും ചിലവില്ലാത്ത വളരെ സിമ്പിളും എന്നാൽ വളരെ ഫാഷനുമായിട്ടുള്ള ഒന്ന്. അപ്പോൾ നമുക്ക് കാണുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കറുത്ത ചരടും കുറച്ച് മുത്തുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഫാൻസി ഐറ്റംസാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, എല്ലാ ചപ്പ് ചവർ മുത്തുകളും ഇതിലുണ്ട്. മാല പൊട്ടണത്, കുട്ടികളുടെ മാലയൊക്കെ പൊട്ടുമ്പോൾ എടുത്ത് വയ്ക്കുന്ന മുത്തുകൾ, അതുപോലെ ഡ്രസ്സിലത്തെയൊക്കെ ഷോ ബട്ടൺസ്, പിന്നെ മാലയുടെ ലോക്കറ്റുകൾ. ഇത് നമ്മുടെ അബാക്കസിലത്തെ മുത്താണ്, കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയൽ അബാക്കസിലത്തെ മുത്ത്. നമുക്ക് എന്ത് ഭംഗിയുള്ളത് കൊണ്ടാലും നമുക്ക് എടുത്ത് വെച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതും പിന്നെ നമുക്ക് അത് കെട്ടാനുള്ള കറുത്ത ചരട്. ഇത് നിസ്സാര പൈസയ്ക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ അത് കട്ട് ചെയ്യാനുള്ളൊരു കത്രിക. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ നമ്മളത് സിമ്പിളായിട്ട് ഒരെണ്ണുണ്ടാക്കി. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ കെട്ടുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇനി വേണമെങ്കിൽ ഗോൾഡ് മുത്ത, വേറെ കളർ മുത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനിയും ഭംഗിയാക്കാം. ഇതിപ്പോൾ ഞാനെന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിങ്ങനെ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഒരു കൈ വെച്ചിട്ട് ഇത് കെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മറ്റൊരാളിനെ ആശ്രയിക്കണം. നമ്മൾ കെട്ടിയാലും വഴിക്കണ വെച്ചാലും പിന്നെ അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്ലൈഡിങ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സ്ലൈഡിങ് നോട്ടൊക്കെ ഇട്ട് കൊടുത്ത് കയ്യിൽ ടൈറ്റ് ഫിറ്റാക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായമൊന്നുമില്ലാതെ നമുക്ക് തന്നെ ഒറ്റ കൈ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇടാനും ടൈറ്റാക്കാനും ഒക്കെ ആയിട്ടും പറ്റും. തിരക്ക് പിടിച്ച സമയത്തായാലും നമുക്കിപ്പോൾ പെട്ടെന്ന് എടുത്ത് ഇടാനൊക്കെ ആയാലും കെട്ടാനും പിടിക്കാനും നിൽക്കേണ്ട കാര്യത്തിൽ ഇടുക. ഒന്ന് വെറുതെ ചരട് പിടിച്ച് വലിച്ചാൽ ടൈറ്റ് ആയിക്കോളും. ഊരാനും അതുപോലെ രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് വലിച്ചാൽ പെട്ടെന്ന് ഊരാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ മുത്തൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഭംഗിയുള്ള മുത്ത് ഒക്കെ വെച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആണെച്ചെങ്കിൽ നന്നായി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. വലിയവർക്കാണെച്ചെങ്കിൽ
നന്നായി ലൂസാക്കിയിട്ട് ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ചെറിയ ചരട് നീളം കുറച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ചരട് രണ്ടറ്റത്ത് മുത്തിൻ്റെ അവിടെയൊക്കെ വന്ന് കിടക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ചെറുതുണ്ടാക്കുക, വലിയവർക്കാണെന്ന് വലിയ ചരട് വെച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ അതുപോലെ കുറച്ച് വേറെ മുത്തൊക്കെ വെച്ചിട്ട് ഭംഗിയിൽ ചെയ്യുന്നൊക്കെയാണ്. ഇത് നമുക്ക് കാലിലും ഇടാം കേട്ടോ, കയ്യിൽ മാത്രമല്ല കാലിലും ഇതന്നെ ഇടാൻ പറ്റും. കാലിലിടുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് ചെയ്യണമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ കാലിലിടുന്നതാണ് കാണിക്കുന്നത്. ഇതും സെയിം തന്നെ ഒരു ചരടിൽ ചെയ്തു, നടുക്ക് കൂടെ മുത്ത് കൊടുത്തിട്ട് സെയിം ആയിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് കുറച്ച് വെറൈറ്റീസാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുന്ന ഷോ ബട്ടൺ ഇല്ലേ, ഉടുപ്പിലൊക്കെ വരുന്ന ഷോ ബട്ടൺസ്, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം അതുപോലെ തന്നെ കയ്യിലും കാലിലും രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കയ്യിലേക്ക് മാത്രമായിട്ടല്ല, കാലിലേക്കായാലും അളവ് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസൊക്കെ ചരടൊക്കെ നിൽക്കണ്ടേ, അതൊക്കെ കട്ട് ചെയ്തിട്ട് ഉരുക്കി കളഞ്ഞാൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനും ഈ വക ഐറ്റംസ് ഒന്നും കടയിൽ നിന്നും ഓൺലൈനിലൊന്നും വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ട. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അധികം സമയവുമില്ല, നമുക്ക് എന്താ പറയുക, കാശ് ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഈ ചരടിനൊക്കെ നമുക്ക് 10 രൂപയ്ക്കൊക്കെ ചരട് അത്യാവശ്യം ഒരു കെട്ട് ചരടൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ആ സ്ലൈഡിങ് നോട്ട് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ല വെച്ചത് ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ്. സിമ്പിളാണ്. രണ്ട് സൈഡും ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ആ ബാലൻസ് വരുന്ന ചരടിൻ്റെ ഒരു തുമ്പ് 2 3 വട്ടം നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് ആ ചുറ്റിയതിൻ്റെ ഫസ്റ്റ് ചുറ്റിയ ഭാഗത്തുനിന്ന് ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം അതേപോലെ തന്നെ മറ്റേ ഭാഗത്തേക്കും പിടിക്കുക. 2 3 വട്ടം നമുക്ക് ചുറ്റി കൊടുക്കുക. ഫസ്റ്റ് ചുറ്റലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ, ഫസ്റ്റ് ചുറ്റൽ പറഞ്ഞാൽ നമ്മൾ 2 3 എത്ര ചുറ്റിക്കണം അത്രയും ചുറ്റലിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ഭാഗത്തുനിന്ന് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തുടങ്ങിയ ഭാഗത്തുനിന്ന് ഈ ത്രെഡ് കൊടുത്തിട്ട് വലിച്ച് ടൈറ്റാക്കി എടുക്കുക. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ വീഡിയോയിൽ മനസ്സിലായി വെച്ചാൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് വലിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ഈ ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ മുത്തൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഐറ്റംസ് നമ്മളിപ്പോൾ ചെയ്തു. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ കയ്യിലും കാലിലും ഇടാനുള്ളതാണ് കാണിച്ചത്. ഇനി നമുക്കിത് മാലയാക്കിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മാല എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മാലയ്ക്കും സെയിം മെത്തേഡ് തന്നെ, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇതിപ്പോൾ ഞാൻ മാലയുടെ ലോക്കറ്റാണ്, വേറൊരു മാലയുടെ ലോക്കറ്റാണിത്. അപ്പോൾ നമുക്കതും കുറച്ച് ബീഡ്സും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സിമ്പിളായിട്ട് വേണ്ടവർക്ക് സിമ്പിളായിട്ട് കുറച്ച് മുത്തിട്ടിട്ടെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുത്തൊക്കെ ചേർത്ത് കുറച്ചും കൂടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ അവിടെ ഒരു സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യണത്. അപ്പോൾ അത് ആകെ 4 മുത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴുത്തിൽ ടൈറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ടൈറ്റാക്കിയിട്ടിടാം. അല്ല കുറച്ച് ഇറക്കത്തിലൊക്കെ വരണമെങ്കിൽ നമുക്ക് അതുപോലെ ഇറക്കം കൂട്ടിയിട്ടും ഇടാം. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇറക്കമൊക്കെ കിട്ടും. ഞാൻ അത് കുറച്ച് ടൈറ്റാക്കിയിട്ടിട്ട് ഈ 2 ഭാഗത്തും വേണം കെട്ട് കണ്ടില്ലേ, അത് അനുസരിച്ച് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അപ്പോൾ നമ്മളങ്ങനെ കയ്യിലേക്കും കാലിലേക്കും കഴുത്തിലേക്കും എല്ലാ അളവും ഉണ്ടാക്കി. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.